2011 മോഡല് കുട്ടി ഡീസൽ പ്രൈവറ്റ് വണ്ടിയായിട്ട് നമ്മളിന്ന് വന്നിട്ടില്ല കേട്ടോ. ഇത് ഫുൾ പേപ്പർ ക്ലിയർ ആണ്. അടുത്ത മാസം റിന്യൂവലാണെന്നേ ഉള്ളൂ. അതിനെന്താ വേണ്ടത് വെച്ചാൽ പാർട്ടി അഡ്ജസ്റ്റ് ചെയ്ത് തരും ചെയ്യും. ഇതിൻ്റെ 3 വീലും പുതിയ ടയറായിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ വുഡ് മറ്റ് കാര്യങ്ങൾ ഫുൾ പണി കഴിപ്പിച്ചുള്ള വണ്ടിയാണ്. ഇനി ഇതിനൊരു പണി എടുക്കാനില്ല എന്നുള്ള സത്യം. ഇതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. നമുക്ക് ഓണറോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് പത്ര നിങ്ങൾ എടുത്തിട്ട് ഒരു മാസം 1.5 മാസമായിട്ടുള്ളൂ. 1.5 മാസമായി. ഇത് കൊടുക്കാനുള്ള കാരണം നമ്മൾ വണ്ടി പോണ ആളാണ്. പുറത്ത് ടാക്സിയായിട്ടും ബസ്സിലായിട്ട് ഇങ്ങനെ പോണ ആളാണ്. നമുക്ക് വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആര് ഗൾഫിൽ നിന്ന് വന്നാൽ ഇൻട്രസ്റ്റിൽ എടുത്തുന്നുള്ളൂ. പിന്നെ ഒരു ടാക്സി ആയിട്ടും പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ പോകാനുള്ള ഉദ്ദേശം. അപ്പം ഞാൻ നിർത്തിയിട്ട് കാര്യമില്ല, അത് കൊടുത്ത് ഒഴിവാക്കാന്നുള്ള ഉദ്ദേശത്തിലുള്ളത്. അത് എത്ര കിട്ടിയാൽ കൊടുക്കും നിങ്ങൾ? എടുത്ത് ഞാൻ വുഡ് വർക്ക് 70-75 രൂപ ഇതിന് മാർക്കറ്റ് ഉണ്ട് ഓർഡിനറി. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ മാർക്കറ്റ് നോക്കി വരുന്ന ആൾക്കാർക്ക് ഈ വണ്ടി പറ്റൂല. അതായത് പിന്നെ അത്യാവശ്യം വണ്ടി കണ്ടീഷനും എൻജിൻ കണ്ടീഷനും ഫുള്ളും ഇതൊക്കെ നോക്കി വരുന്ന ആൾക്കാർക്ക് ഇത് ഓട്ടി ഒരു ജീവിതമാർഗ്ഗം ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റും. അങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്താണ്. പിന്നെ ഇതിന് പറഞ്ഞാൽ ഇതിൻ്റെ എടുത്ത സമയത്ത് ഞാൻ 1.15 റേറ്റ് വന്നിട്ടുണ്ട്. 75-80 ഇതിൻ്റെ മാർക്കറ്റ് വരുന്നത്. പക്ഷേ വുഡ് വർക്കും ഈ ബോർഡും വുഡ് വർക്കും ഒക്കെ അവിടെ കൂടി ഒരു 65 രൂപ ബില്ല് ഇതിനുണ്ട്. 3 ടയർ മൊത്തമായിട്ട് 65 രൂപ ഇതിൻ്റെ ചിലവുണ്ട്. ഇത് വരുന്ന പാർട്ടിക്ക് വേണം ചെറിയ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാനല്ലാതെ 1.15 അതിന് കൊടുത്ത റേറ്റ്. അതിന് ശേഷം ഓയിൽ, എയർ ഫിൽറ്റർ ഒക്കെ മാറ്റി കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഇവരെ നിങ്ങളുടെ തിരിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഒരു പണി എടുക്കാനല്ല, ഒരു പണിയില്ല. വണ്ടി കൊണ്ടുപോയി എണ്ണടിച്ചാൽ ഓടുക. ഞാൻ പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന്